റവന്യൂ ടവറിൽ ലക്ഷങ്ങൾ മുടക്കി സ്ഥാപിച്ച നാലാമത്തെ ലിഫ്റ്റും പ്രവർത്തനരഹിതമായി. മേൽക്കൂരയിലെ ഷീറ്റ് ഇളകിയതുമൂലം മഴവെള്ളം വീഴുന്നതാണ് ലിഫ്റ്റിന്റെ പ്രവർത്തനം മുടക്കിയത്. മറ്റു 3 ലിഫ്റ്റുകളും വളരെ കാലമായി പ്രവർത്തനരഹിതമാണ്. ലിഫ്റ്റില്ലാത്തതുമൂലം മുകൾ നിലകളിലെ സ്ഥാപനങ്ങളിലെത്തുന്നവർ ബുദ്ധിമുട്ടുകയാണ്. കോതമംഗലം റവന്യൂ ടവറിൽ മാസങ്ങൾക്ക് മുമ്പാണ് പുതിയ ലിഫ്റ്റ് സ്ഥാപിച്ചത്. ഈ ലിഫ്റ്റും ഇപ്പോൾ പ്രവർത്തിക്കാത്ത സാഹചര്യമാണ് ഉള്ളത്. മേൽക്കൂരയിലെ ഷീറ്റ് സ്ഥാനം തെറ്റിയതിനെ തുടർന്ന് ലിഫ്റ്റിലേക്ക് മഴവെള്ളം വീഴുന്നുണ്ട്. ഇക്കാരണത്താലാണ് ലിഫ്റ്റ് പ്രവർത്തിപ്പിക്കാൻ കഴിയാതെയായത്. ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് സ്ഥാപിച്ച ലിഫ്റ്റിന് ആ ഗതി വന്നിട്ടും അധികാരികൾ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്ന് പരാതിയുണ്ട്. അത് ഈ മഴ തുടങ്ങിയതോടുകൂടി മഴ പെയ്യുമ്പോൾ ലിഫ്റ്റിലേക്ക് വെള്ളം വരുന്ന രീതിയിൽ മേച്ചിൽ ലീക്കായി. ഈ മേച്ചിലിൻ്റെ ലീക്ക് ഷീറ്റ് ഉപയോഗിച്ചോ എങ്ങനെയെങ്കിലും ഒന്ന് നന്നാക്കിയെടുക്കുകയാണ് എങ്കിൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഈ 5 നില കെട്ടിടത്തിൽ കയറി ഇറങ്ങി ഇതിൻ്റെ കാര്യങ്ങൾ സുഗമമായി നടത്തുവാൻ സൗകര്യമുണ്ടായിരിക്കുന്നതാണ്. ഈ സൗകര്യത്തെ ഇവിടുത്തെ ഭരണ നേതൃത്വമോ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളോ ഹൗസിംഗ് ഈ ബിൽഡിങ്ങിൻ്റെ ഓണറേഴ്സോ അറിയുന്നില്ല. റവന്യൂ ടവർ ആരംഭിച്ചപ്പോൾ 3 ലിഫ്റ്റുകളാണ് ഉണ്ടായിരുന്നത്. ഇവ 3ഉം ഏറെക്കാലമായി പ്രവർത്തിക്കുന്നില്ല. ഇതേ തുടർന്നാണ് 4ാമതായി പുതിയ ലിഫ്റ്റ് സ്ഥാപിച്ചത്. ആദ്യത്തെ 3 ലിഫ്റ്റും സ്ഥാപിച്ച കമ്പനി പ്രവർത്തനം നിർത്തിയിരുന്നു. ഇതുമൂലം ഇവയുടെ അറ്റകുറ്റപ്പണി നടത്താൻ കഴിയുന്നില്ല. 5 നിലകളുള്ള കെട്ടിട സമുച്ചയത്തിന്റെ മുകൾ നിലയിൽ വിവിധ സംഘടനകളുടെയും മറ്റും ഓഫീസുകളും വ്യാപാര സേവന സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടങ്ങളിലേക്ക് എത്തുന്നവർ പ്രായമേറിയവരും ഭിന്നശേഷിക്കാരും ഉൾപ്പെടെയുള്ളവർ ലിഫ്റ്റ് ഇല്ലാത്തത് മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. റവന്യൂ ടവറിൽ പഴയത് 3 ലിഫ്റ്റുകളാണുള്ളത്. 3 ലിഫ്റ്റുകളും വളരെ കാലമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പുതിയതായിട്ടൊരു ലിഫ്റ്റ് ഇവിടെ കൊണ്ടുവച്ചത്. ഏകദേശം 6 മാസത്തോളമായി ലിഫ്റ്റ് ഇവിടെ കൊണ്ടുവച്ചിട്ട് അതും പകുതി സമയങ്ങളിൽ വർക്കിംഗ് അല്ല എന്ന് എപ്പോഴും കംപ്ലൈൻ്റ് ആണ്. ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പ് വീണ്ടും നന്നാക്കി വെച്ചാണ് ഇപ്പോൾ അത് വർക്ക് ചെയ്യുന്നില്ല. ഇതാണ് ഇവിടുത്തെ സ്ഥിതി. പ്രായമായവരൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ നിലയുടെ മുകളിലേക്ക് കയറണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. GTV ന്യൂസ് കോതമംഗലം.